പ്രിയമുള്ളവരെ, വചനജ്വാല 1014 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 10 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മള് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 10ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് യൂദിത്തിന്റെ പുസ്തകം 7ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഭടന്മാരെല്ലാം അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബെത്തൂലിയായിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും. അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാൾ ഏൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങയ്ക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മോന്യരുടെ സൈന്യം അസീറിയരുടെ 5000 ഭടന്മാരോടുകൂടെ മുൻപോട്ടു നീങ്ങി താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലിയരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിന്റെയും അമ്മോന്യന്റെയും സന്തതികൾക്ക് മുകളിലെത്തി ദോദാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മൊക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രബായിലേക്കും അയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളും വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവർ ഒരു വലിയ സമൂഹമായിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട് അസീറിയൻ സൈന്യം ബെത്തൂലിയക്കാർ വെള്ളം നിറച്ചുവെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റി വരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നരകവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ ബാർദോയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സന്യാസികൾക്ക് ഒരു മാതൃകയായിരുന്ന ബാർദോ ബെനഡിക്റ്റൻ ആശ്രമത്തിലാണ് പഠനം നടത്തിയത്. സന്യാസ വസ്ത്രം അണിഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ തപസ്സിനും പ്രായശ്ചിത്തത്തിനും വളരെ പ്രാധാന്യം നൽകിയിരുന്നു. 47ാം വയസ്സിൽ ആബട്ടായി. 50ാം വയസ്സിൽ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. ദരിദ്രരോടും അഗതികളോടും അന്യാദൃശ്യ സ്നേഹമായിരുന്നു.
തപസ്സും അജഗണങ്ങൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും 71 വയസ്സുവരെ തുടർന്നു. വിശുദ്ധ ബാർദ്രോ 71 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നിത്യ സമ്മാനത്തിന് സ്വർഗത്തിലേക്ക് യാത്രയായി. ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ബാർദ്രോയെ അനുസ്മരിച്ച് നമ്മൾ ഇന്നത്തെ പുതിയ ഒരു ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.